നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 6, 2026 ചൊവ്വ. അങ്ങനെ നിഫ്റ്റിക്ക് ഈ വർഷത്തെ ആദ്യ വീക്കിലി എക്സ്പയറി തന്നെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നതിനെ തുടർന്ന് തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് നഷ്ടം നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്നും തുടർച്ചയായി നിഫ്റ്റിയെ നഷ്ടത്തിലേക്ക് തള്ളിവിട്ടതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. 26,273 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നിഫ്റ്റിക്ക് ഇന്ന് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. മാർക്കറ്റിൽ ഫോൾ ഉണ്ടായെങ്കിലും 26,124 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് 71 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 26,178 എന്ന ലെവലിൽ വ്യാപാരം നിഫ്റ്റിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 376 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് 74 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. മാത്രമല്ല ഇന്ന് നിഫ്റ്റിക്ക് 26,200 എന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച കൈവരിക്കുവാൻ സാധിച്ച അതിശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് മറികടന്നുകൊണ്ട് തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിൽ വെള്ളിയാഴ്ചയും ഇന്നലെ തിങ്കളാഴ്ചയും ഈ ലെവലുകൾക്ക് മുകളിൽ നിലനിൽക്കാനായെങ്കിലും ഇന്ന് നിഫ്റ്റിക്ക് ഈ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് 26,200 എന്ന ലെവലിന് താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ആകെ 1093 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1,768 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ IT, ഫാർമ, PSU ബാങ്ക്, മെറ്റൽ തുടങ്ങിയ മേഖലകൾക്ക് 0.3 മുതൽ 1.7% നേട്ടം കൈവരിക്കുവാനായപ്പോൾ ഇൻഫ്ര, മീഡിയ, ഓയിൽ ആൻഡ് ഗ്യാസ്, ക്യാപിറ്റൽ ഗുഡ്സ് തുടങ്ങിയ മേഖലകൾക്ക് 0.6% മുതൽ 1.6% വരെ ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. ബോർഡർ മാർക്കറ്റ്സിൽ ഇന്ന് BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ട്രെൻഡ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ITC, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽസ്, ICIC ബാങ്ക്, HDFC ലൈഫ്, സൺഫാർമ, ടാറ്റ കൺസ്യൂമർ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇന്ത്യൻ രൂപയ്ക്ക് തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനിലുണ്ടായ നഷ്ടത്തിന് ശേഷം ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 11 പൈസയുടെ നേട്ടത്തോടുകൂടി 90.17 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിള് ഇന്ന് റിലീസ് ചെയ്ത Q3 ബിസിനസ് അപ്ഡേറ്റിൽ 2 മാസങ്ങൾക്ക് മുന്നേ നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്കിനെ തുടർന്ന് JLR ഹോൾസെയിൽസിൽ 43% ഇടിവ് നേരിട്ടതിനെ തുടർന്ന് ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസിന്റെ ഷെയർസിൽ ഇന്ന് 4% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുണ്ടായി. അതേസമയത്ത് ഇന്ന് CERC മാർക്കറ്റ് കപ്ലിംഗ് മാനദണ്ഡങ്ങളിൽ APTL ഇളവ് ലഭിക്കുവാൻ സാധ്യതയുള്ളതിനാൽ IEX ഓഹരികൾക്ക് ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 13% നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. പിന്നീട് കുറച്ച് പോയിന്റുകൾ ചോർന്നു പോയതിന്റെ ഫലമായിട്ട് 8% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും ഇന്നുമായി. HDFC ബാങ്കിന്റെ Q3 ബിസിനസ് അപ്ഡേറ്റ് വന്നതിനെ തുടർന്ന് ഇന്നലെ ഉണ്ടായ ഇടിവ് ഇന്നും സ്റ്റോക്കിൽ അനുഭവപ്പെടുകയുണ്ടായി 2%. തൽഫലമായി 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് HDFC ബാങ്കിന് 4% ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. മാത്രമല്ല സ്റ്റോക്ക് അതിന്റെ 3 മാസത്തെ ലോ ടച്ച് ചെയ്യുകയുമുണ്ടായി. റിലയൻസിന്റെ ജാംനഗർ റിഫൈനറിയിലേക്ക് റഷ്യൻ എണ്ണച്ചരക്കുമായിട്ട് 3 കപ്പലുകൾ പോയി എന്നുള്ള റിപ്പോർട്ട്സ് ബ്ലൂംബർഗ് പുറത്തുവിട്ടതിനെ തുടർന്ന് കമ്പനി ബ്ലൂംബർഗിന്റെ അവകാശവാദത്തെ തള്ളിയെങ്കിലും ഇന്നലെ ഫ്രഷ് 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്ത റിലയൻസ് ഇൻഡസ്ട്രീസ് പിന്നീട് നേരെ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. അതിന് തുടർച്ചയായി ഇന്നും സ്റ്റോക്കില് ഇടിവ് തുടരുകയുമുണ്ടായി. തൽഫലമായി ഇന്ന് 4.39% ഇടിവും സ്റ്റോക്കിന് നേരിടേണ്ടതായിട്ട് വന്നു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയ്ക്ക് അടുത്തായിട്ട് നിലകൊള്ളുന്നതുകൊണ്ട് തന്നെ പല നിക്ഷേപകരും ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ വിറ്റൊഴിവാക്കിക്കൊണ്ട് ജാഗ്രത പുലർത്തുന്ന കാഴ്ചയും കാണുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത അതിശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് പ്രധാനമായും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. ഞായറാഴ്ച US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യ റഷ്യയിൽ നിന്നുമുള്ള ഓയിൽ വ്യാപാരം തുടരുന്നു എന്നുള്ള ആരോപണം അദ്ദേഹം വീണ്ടും ഉയർത്തിക്കൊണ്ട് ഇത് തുടരുകയാണെങ്കിൽ അധിക താരിഫ് വീണ്ടും ഏർപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. ഇത് ഇന്ത്യ
US ട്രേഡ് താരിഫിന് മുകളിലുള്ള ആശങ്ക വീണ്ടും അതിശക്തമായി തന്നെ ഉടലെടുത്തത് മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെയും ആത്മവിശ്വാസം തളർത്തിയതും അതിന്റെ ഒരു പ്രതിഫലനം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ തുടരുക തന്നെയുണ്ടായി. ഈ വർഷത്തെ ആദ്യ ട്രേഡിംഗ് സെഷനിൽ 3268 കോടി രൂപയ്ക്ക് അതിശക്തമായ സെല്ലിംഗ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നടത്തിയപ്പോൾ വെള്ളിയാഴ്ച 289.80 കോടി രൂപയ്ക്ക് ആദ്യ ബൈയിങ്ങും നടത്തുകയുണ്ടായി. എന്നാൽ ഈ ആഴ്ചയുടെ തുടക്കമായ ഇന്നലെ വീണ്ടും ചെറിയ തുകയ്ക്കാണെങ്കിൽ കൂടിയിട്ടും, അതായത് 36.25 കോടി രൂപയ്ക്ക് വീണ്ടും അവർ സെല്ലിംഗ് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നടത്തിയപ്പോൾ ചെറിയ തുകയാണെങ്കിൽ കൂടിയിട്ടും അത് നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ സാരമായി തന്നെ ബാധിച്ചു. കഴിഞ്ഞ വീക്കെൻഡില് അമേരിക്കയുടെ ഭാഗത്തു നിന്നും വെനസ്വേലയ്ക്ക് മുകളിൽ വന്ന നടപടികളെ തുടർന്ന് അത് ഗ്ലോബൽ മാർക്കറ്റിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വർദ്ധിക്കുവാൻ ഇടയാക്കി. ഇന്ന് ഇന്ത്യ വിക്സ് മാർക്കറ്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇടിവ് നേരിട്ടുകൊണ്ട് കൂൾ ഓഫ് ആവുകയുണ്ടായി. എന്നാൽ ഇന്ന് മാർക്കറ്റിന്റെ ഭൂരിഭാഗം സമയത്തും ഏകദേശം 1.5% ഉയർച്ച ഇന്ത്യ വിക്സിൽ അനുഭവപ്പെടുകയുണ്ടായി ഒറ്റ ട്രേഡിംഗ് സെഷനിലുണ്ടായ ഉയർച്ചയ്ക്ക് ശേഷം. എന്നാൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയെങ്കിലും ഇന്നത്തെ മാർക്കറ്റ് ടൈമിൽ ഭൂരിഭാഗം സമയത്തും ഇന്ത്യ വിക്സിൽ അനുഭവപ്പെട്ട ഉയർച്ചയും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിക്കുകയുണ്ടായി. ഇതിനെല്ലാം പുറമെ ഇന്ന് US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് നേരിയതാണെങ്കിലും നേട്ടം കൈവരിക്കുവാൻ സാധിക്കുകയുണ്ടായി ഏതാനും ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം. എന്നാൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഉണ്ടായ ഉയർച്ച നമ്മുടെ മാർക്കറ്റിനെ പിന്നോട്ട് വലിക്കാൻ മറ്റൊരു കാരണമായി തന്നെ മാറി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നേരിയ നഷ്ടത്തോടുകൂടി, അതായത് 15 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5%, ജർമ്മൻ മാർക്കറ്റ് 0.25%-ലേറെയും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് 0.5%-ലേറെ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്ന് ഇന്ത്യയും തായ്ലൻഡ് മാർക്കറ്റും ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി, മാത്രമല്ല 1% മുതൽ 1.5% നേട്ടത്തോടു കൂടിയിട്ടാണ് ബാക്കിയുള്ള മാർക്കറ്റുകൾ വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിലും ക്രൂഡ് ഓയിലിന്റെ വിലയിലും 0.5%-നടുത്ത് ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $62.06 പെർ ബാരൽ എന്ന നിലയിലേക്കായിട്ടും എത്തിച്ചേർന്നു. ക്രൂഡ് ഓയിലിന്റെ വില $58.58 പെർ ബാരൽ എന്ന നിലയിലായിട്ടും, ഗോൾഡിന്റെ വിലയിൽ $4.5 ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് $4,450.62 പെർ ഔൺസ് എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി എന്റർപ്രൈസസ് 1000 കോടി രൂപയുടെ നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സിന്റെ ഇഷ്യൂ ഇന്ന് 45 മിനിറ്റിനുള്ളിൽ വിറ്റുതീരുകയുണ്ടായി. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ജനുവരി 19 തിങ്കളാഴ്ച 2026 കമ്പനിയുടെ Q3 റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. യെസ് ബാങ്കിന്റെ Q3 റിസൾട്ടുകൾ ജനുവരി 17 ശനിയാഴ്ച 2026 പ്രസിദ്ധീകരിക്കുമെന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. മിൻഡ കോർപ്പറേഷൻ 2021-22 സാമ്പത്തിക വർഷത്തേക്ക് 17.26 കോടി രൂപയുടെ GST പിഴ ഉത്തരവ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനത്തിന് ലഭിക്കുകയുണ്ടായി. ഫാൽക്കൺ കോൺസെപ്റ്റ്സ് സ്പെൻഡ ഇൻഫർമേഷൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് 18.41 കോടി രൂപയുടെ പുതിയ വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ബോണ്ടാഡ എഞ്ചിനീയറിംഗ് 120.46 മെഗാവാട്ട് സോളാർ പദ്ധതി കമ്പനി പൂർത്തീകരിച്ചു. SBI മ്യൂച്വൽ ഫണ്ട് അതിന്റെ IPO വഴി ഏകദേശം $1.2 ബില്യൺ സമാഹരിക്കാൻ പദ്ധതിയിടുന്നു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.